നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 3-4 ദിവസമായി വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ പുതിയതായിട്ട് ചെയ്തിട്ട ബെഡിലൊക്കെ മൈസീലയൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ 27-ാം തീയതി ചെയ്ത ബെഡാണ്, ഓഗസ്റ്റ് 27-ാം തീയതി ചെയ്താണ്. അപ്പം ഇത് 70 ബെഡാണ് ഉള്ളത്. പിന്നെ ഇത് നമ്മൾ നേരത്തെ ചെയ്ത ബെഡ്, ഇപ്പോൾ ഇത് 150 ബെഡുണ്ട്. ഇതിനകത്തുനിന്ന് നമുക്കിപ്പം ഇന്ന് മാത്രമാണ് ഒരു 400 ഗ്രാമേ കിട്ടിയുള്ളൂ. ബാക്കി എല്ലാ ദിവസവും നമുക്ക് 1.5 കിലോയോളം കിട്ടുന്നുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ സാധാരണ കൊടുക്കുന്ന കടയിൽ തന്നെയാണ് കൊടുത്തത്. 200 ഗ്രാമിൻ്റെ വീതം പാക്ക് ചെയ്താണ് കൊടുത്തത്. അപ്പോൾ ഇന്ന് നമുക്ക് തീരെ കുറവാണ്. ഈ 2 പാക്കറ്റ് 400 ഗ്രാമേ കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ നാളത്തേക്ക് നമുക്കിതേൽ മുട്ടകളൊന്നും വന്നിട്ടില്ല, ഇവിടെ ചെറുതായിട്ടൊക്കെ വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ എല്ലാത്തേലും നല്ലതായിട്ട് മൈസീല സ്പ്രെഡ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് ഒരാൾ പറഞ്ഞു, ഇതുപോലെ നമ്മുടെ ബെഡിന് വലിപ്പം കുറവാണ്, അപ്പം മൈസീലിയം സ്പ്രെഡ് ചെയ്യാനായിട്ട് അതിന് ബെഡ് കുറച്ചും കൂടെ വലിപ്പത്തിൽ ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം തൊട്ട്, ഇപ്പോൾ ഈ ബെഡൊക്കെ നമുക്ക് തീരെ വലിപ്പം കുറവാണ്. അപ്പോൾ നമ്മൾ 24-12 കവറിനകത്താണ് ചെയ്യുന്നത്. അപ്പം ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലെ കവർ ഒരുപാട് ബാലൻസ് വരുന്നുണ്ട്. അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ചുരുട്ടി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം കുറച്ചും കൂടെ വലിപ്പത്തിൽ ബെഡ് ചെയ്യുകയാണെങ്കിൽ മൈസീല സ്പ്രെഡ് ചെയ്ത് കൂടുതൽ വിളവ് കിട്ടുമെന്നാണ് ഇങ്ങനെ കുറേ നാളുകളായിട്ട് കൂണിൻ്റെ കൃഷി ചെയ്യുന്ന ഒരു ആൾ പറഞ്ഞു തന്നത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ക്ലാസ്സുകൾക്കൊന്നും പോയിട്ടല്ല കൂണിൻ്റെ കൃഷി തുടങ്ങിയത്. നമ്മൾ യൂട്യൂബിലെ വീഡിയോകളൊക്കെ കണ്ടിട്ടാണ് ചെയ്തത്. അപ്പം ഇങ്ങനെ നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് അത് കണ്ടിട്ട് അറിയാവുന്ന ഒരുപാട് പേര് നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ അറിയാവുന്നവർ നമുക്കത് പറഞ്ഞു തരുന്നുണ്ട്. കുറേ പേരൊക്കെ ഫോൺ ചെയ്തിട്ട് നമ്മളോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയും അതുപോലെ നമുക്ക് പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ വളരെ ഉപകാരമാണ് നമുക്ക്. അപ്പം ക്ലാസ്സുകൾക്കൊന്നും പോകാനായിട്ട് നമുക്ക് ഇതുവരെയും പറ്റിയിട്ടില്ല. പോകണമെന്നാണ് വിചാരിക്കുന്നത്. എല്ലാവരും പറയുന്നത് ക്ലാസ്സുകൾക്ക് പോയാലാണ് നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് ഇതുവരെ പോകാനായിട്ടുള്ള സൗകര്യം കിട്ടിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പോകാഞ്ഞത്. അപ്പം ഇനി നമ്മൾ ഇപ്പം ഇങ്ങനെ അടുത്ത പ്രാവശ്യം ബെഡ് കുറച്ചും കൂടെ വലിപ്പത്തിൽ ചെയ്ത് നോക്കും. അപ്പം നമുക്ക് ഇത് ശരിക്കും ഇത് ഇങ്ങനെ ഇതിനകത്ത് തിങ്ങി തന്നെയാണ് നിൽക്കുന്നത്. ബെഡിന് കുറച്ച് വലിപ്പം കുറവാണ്. ഈ നമ്മുടെ ഇവിടെ ഈ ചെറിയ ബെഡിനൊക്കെ തീരെ വലിപ്പമില്ല. ഇവിടെ ഇത് കണ്ടില്ല, തീരെ വലിപ്പക്കുറവാണ്. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പത്തിൽ തന്നെ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമ്മുടെ പഴയ ബെഡ് ഇവിടെ ഈ ഷെഡിൽ തന്നെയുണ്ട്, അത് നമ്മൾ മാറ്റിയില്ല ഇതുവരെയും. കാണാം, ഈ പഴയ ബെഡിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പോഴും ഒരുപാട് കൂണ് കിട്ടുന്നുണ്ട്. ഇന്ന് നമുക്ക് 400 ഗ്രാം കിട്ടിയത് നമുക്ക് ഈ പഴയ ബെഡിൽ നിന്നാണ് കിട്ടിയത്. അപ്പോൾ കളയാമെന്ന് വിചാരിക്കുമ്പം അതിൽ നിന്ന് ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മളത് കളയാത്തത്. പിന്നെ നമ്മുടെ ഈ റൂമിൽ എയർ സർക്കുലേഷൻ കുറവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പുതിയ 2 ഫാനും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ഒരുപാട് പഴയ ബെഡാണ്, ഇതിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇത് ഇവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടാണ് ഇവിടെയൊക്കെ ഉണ്ട് ഈ ബെഡ് നമ്മൾ കളയാത്തത്. ഇപ്പോൾ ഈ മഴയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതിൽ വീണ്ടും വീണ്ടും ഇതുപോലെ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പുതിയ ബെഡ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ പഴയ ബെഡ് ഇടാനായിട്ട് നമുക്ക് വേറെ ഒരു സ്ഥലമുണ്ടെങ്കിൽ നമുക്ക് ഈ പഴയ ബെഡിനെ അവിടേക്ക് മാറ്റി പുതിയ ബെഡ് ഇവിടെ ഇടാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈച്ചയുടെ ശല്യമൊക്കെ ഇല്ലാതെ വരും. അപ്പോൾ ഈ ബെഡിൽ നമുക്കിപ്പം കുറഞ്ഞു വരികയാണ്. അപ്പം അകത്ത് കിടക്കുന്ന ബെഡിലാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്. ഇത് ഞാൻ രാവിലെ എടുത്തതാണ്. അപ്പോൾ ചിലതൊക്കെ നമ്മളിങ്ങനെ കാണാതെ പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ 2-3 എണ്ണം കിടപ്പുണ്ട്, അത് കണ്ടില്ലായിരുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.